ഈ റമദാൻ ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിനോടൊപ്പം അതെ പരിശുദ്ധ ഖുർആനെ പ്രണയിക്കുന്ന പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം പരിശുദ്ധ ഖുർആനിലൂടെ ഒരു യാത്ര. 114 സൂറത്തുകളെ പരിചയപ്പെടുത്തുന്ന ഒരു പ്രത്യേക പരിപാടി. ഓരോ ദിവസവും ഓരോ സൂറത്തിനെ പറ്റിയുള്ള വിശദീകരണവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്ന ഓരോ പഠിതാക്കൾ. ഇന്ന് നമുക്ക് ഏത് സൂറത്തിനെ പറ്റിയാണെന്ന് നോക്കാം. ബിസ്മില്ല അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുകളെ പരിചയപ്പെടുത്തുന്നതായി പ്രോഗ്രാമിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഷാനി. നമ്മൾ ഇന്ന് പരിചയപ്പെടുവാൻ പോകുന്നത് വിശുദ്ധ ഖുർആനിലെ 39-ാമത്തെ അധ്യായമായ സൂറത്ത് സുമറിനെ കുറിച്ചാണ്. സൂറത്ത് സുമറിൽ 75 ആയത്തുകളും 8 റുകൂഉകളുമാണ് ഉള്ളത്. ഇതൊരു മക്കി സൂറയാണ്. സുമർ എന്നാൽ കൂട്ടങ്ങൾ എന്നാണ് അർത്ഥം. ഈ സൂറത്തിന്റെ 73 വചനങ്ങളിൽ സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്കും സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്കും ആനയിക്കപ്പെടുന്നതിനെ പറ്റിയുള്ള പരാമർശമാണ് സുമർ അഥവാ കൂട്ടങ്ങൾ എന്ന പേരിന് നിദാനം. ഇതിലെ പ്രധാന പ്രതിപാദ്യ വിഷയങ്ങൾ എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിന്റെ സത്യത, തൗഹീദ്, ഷിർക്ക്, പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ, അതുപോലെ പരലോകം, വിചാരണ, സ്വർഗം, നരകം, ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ വളർച്ചാഘട്ടങ്ങൾ തുടങ്ങി ഒട്ടനവധി വിഷയങ്ങൾ ഈ സൂറത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്തിന്റെ ആരംഭത്തിൽ വിശുദ്ധ ഖുർആനിന്റെ സത്യതയും ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന്റെ ഗൗരവവും സ്ഥാപിച്ച ശേഷം മുശ്രിക്കുകൾ അവരുടെ ശിർക്കുപരമായ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം നൽകുന്നത് എങ്ങനെയാണെന്ന് അള്ളാഹു വിവരിക്കുന്നു. മുശ്രിക്കുകൾ അവരുടെ ആരാധ്യന്മാർ അള്ളാഹുവിന്റെ അടുക്കൽ അവർക്ക് പ്രീതിയും സാമീപ്യവും നേടിക്കൊടുക്കുമെന്നാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. എന്നാൽ ഇത് നന്ദികേടും വമ്പിച്ച കള്ളത്തരവുമാണെന്ന് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നു. ഇതിനെ തുടർന്നുള്ള വചനത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളെ അവന്റെ മക്കളായി ഗണിക്കുകയും അവരെ ആരാധിക്കുകയും ചെയ്യുന്നവർക്കുള്ള ശക്തമായ താക്കീതാണ്. അള്ളാഹു ഏകനാണെന്നും അവന് ഒരു പങ്കുകാരുമില്ലെന്നും അവന് ഇണകളോ സന്താനമോ ഇല്ല എന്നും അവൻ എല്ലാത്തിൻ്റെയും സർവാധികാരിയാണെന്നും അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണെന്നും സർവോപരി പരിശുദ്ധനാണെന്നും അള്ളാഹു വളരെ ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തുന്നു. ഇതിനെ തുടർന്ന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളായ ആകാശങ്ങൾ, ഭൂമി, മഴ, സൂര്യൻ, ചന്ദ്രൻ, രാവും പകലും മാറി മാറി വരുന്നത് എന്നിവയെ പറ്റി പറയുന്നു. അതിനുശേഷം മനുഷ്യൻ നിത്യേന ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കന്നുകാലികളെക്കുറിച്ചും തുടർന്ന് ഗർഭസ്ഥ ശിശുവിന്റെ വിവിധ വളർച്ചാഘട്ടങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. ഗർഭസ്ഥ ശിശു സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് 3 ഇരുട്ടറകൾക്കുള്ളിലാണെന്നും ഈ ഗർഭസ്ഥ ശിശുവിന്റെ ഉത്ഭവം മുതൽ ഒരു ശിശുവായി പുറത്തു വരുന്ന നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ച് ക്രമപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നും അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ ഏകത്വവും അനുഗ്രഹങ്ങളും മനസ്സിലാക്കുവാൻ ഇതിലും വലിയ ദൃഷ്ടാന്തം വേറെ എന്താണ് നമുക്ക് വേണ്ടത്? സ്വല്പം ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ച് മനസ്സിലാക്കുവാൻ മാത്രം ഒരുപാട് കാര്യങ്ങളും ദൃഷ്ടാന്തങ്ങളും അള്ളാഹു തന്നെ നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. അള്ളാഹു 8-ാം വചനത്തിൽ ചോദിക്കുന്നുണ്ട്, അവിശ്വാസികളെ, സത്യനിഷേധികളെ, നിങ്ങളെ സത്യത്തിൽ നിന്നും തിരിച്ചു കളഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ ബുദ്ധി കൊടുത്ത് ആലോചിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് അള്ളാഹു തന്നെ ചോദിക്കുന്നുണ്ട്. അതുപോലെ അള്ളാഹു ക്ഷമാശീലർക്ക് കണക്കില്ലാത്ത പ്രതിഫലം, എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രതിഫലം നൽകുമെന്നും അള്ളാഹു വാഗ്ദാനം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും സത്യവിശ്വാസികളായിക്കോട്ടെ സത്യനിഷേധികളായിക്കോട്ടെ അവർക്കും തക്ക പ്രതിഫലം അള്ളാഹു നൽകുമെന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു വളരെ ഗൗരവപൂർവ്വം നമ്മെ ഉണർത്തുന്നുണ്ട്. പിന്നീടുള്ള വചനങ്ങളിൽ സത്യനിഷേധികൾ കൂട്ടം കൂട്ടമായി നരകത്തിലേക്കും സത്യവിശ്വാസികൾ കൂട്ടം കൂട്ടമായി സ്വർഗത്തിലേക്കും ആനയിക്കപ്പെടുന്നതിനെ പറ്റി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിനെ നേരാവണ്ണം മനസ്സിലാക്കുകയും അതനുസരിച്ച്
പ്രവർത്തിക്കുകയും അതിൻ്റെ ഗൗരവം, ആശയവും അർത്ഥവും മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്യുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് സുമറിനെ പറ്റി ഇനിയും നമുക്ക് ധാരാളം പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുണ്ട്. സമയപരിമിതി മൂലം ഞാൻ ചുരുക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു നാം ഈ റമദാനിലൂടെ നേടിയെടുത്ത ആത്മചൈതന്യവും വിശുദ്ധിയും തഖ്വയും ജീവിതകാലം മുഴുവൻ നമ്മുടെ മരണം വരെ തുടരുവാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.